ഹലോ ഗായ്സ്, വെൽക്കം മക്കളെ, വെൽക്കം ബാക്ക് ടു ആർഗാനിക്സ്. അഞ്ജിത് സാറാണ്, ബയോളജിയാണ്. സോ മക്കളെ, NMMS വേണ്ടി പ്രിപ്പയർ ചെയ്യായിരിക്കും. സോ NMMSൽ കഴിഞ്ഞ വർഷം ബയോളജിയിൽ ചോദിച്ച കുറച്ച് കിടിലൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. നോക്കാം. ഏറ്റവും ആദ്യ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: മാച്ച് ദ ഫോളോയിങ്. മക്കളെ, കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതിന് മാച്ച് കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. രണ്ട് കള്ളിയടി കൊടുത്തു, ABCD ഉണ്ട്, 1 2 3 4 ഉണ്ട്. നോക്കാം. റൈബോസോം, എൻഡോപ്ലാസം റെറ്റിക്കുലം, ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ. റൈബോസോം, അന്തർദ്രവ്യജാലിക, മർമ്മം, മൈറ്റോകോൺട്രിയ. ഇവരെ ഫങ്ഷൻസ് ആണ് തൊട്ടടുത്ത സൈഡ് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. സോ നോക്കാം. റൈബോസോമിന്റെ പണി എന്താ? റൈബോസോമിന്റെ ഫങ്ഷൻ എന്താ? റൈബോസോം പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നു, പ്രോട്ടീൻ നിർമ്മാണം ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് റൈബോസോമിനെ മാർക്ക് ചെയ്യാം. റൈബോസോം പ്രോട്ടീൻ സിന്തസിസ് A ആണ്. ഓക്കെ. രണ്ടാമത്താണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം നമുക്കറിയാം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിൽ ഒരു പാത്വേ പോലെ, ഒരു സഞ്ചാര പാത പോലെ ഇങ്ങനെ കാണുന്ന ആൾക്കാരാണ്. അവർ മെറ്റീരിയൽസിനെ കൊണ്ടുപോകാനാണ് ആ പാത്വേ, അല്ലെ? ഫോർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് ആണ്. സോ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം B ആണ്. കണ്ടക്ടിങ് മെറ്റീരിയൽസ്, പദാർത്ഥ സംവഹന പാതയാണ്. ഓക്കെ, പദാർത്ഥ സംവഹന പാത. ഓക്കെ. ഇനി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ പറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെന്റർ ഓഫ് ദി സെൽ, അല്ലെ? മർമ്മം എന്താണ്? കോശത്തിന്റെ കേന്ദ്രമാണ്. കോശത്തിന്റെ കേന്ദ്രം, മർമ്മം ഇസ് ദി സെന്റർ ഓഫ് ദി സെൽ, കൺട്രോൾസ് ദി സെൽ, കേന്ദ്രം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മൈറ്റോകോൺട്രിയ എന്ത് ചെയ്യും? മൈറ്റോകോൺട്രിയ പ്രൊഡക്ഷൻ സെന്റർ, ഊർജം ഉണ്ടാക്കുന്നു. മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് ഊർജം ഉണ്ടാക്കുക, ഊർജം. സോ മൈറ്റോകോൺട്രിയ പ്രൊഡക്ഷൻ സെന്റർ ആണ്, ഊർജോൽപാദന കേന്ദ്രമാണ്. സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. നോക്കും. എ ഓപ്ഷൻ എന്താ കാണിക്കുന്നത്? A2B4C3D1 എന്നാണ്. നമുക്ക് വേണ്ട ഉത്തരം എങ്ങനെയാണ്? നമുക്ക് വേണ്ട ഉത്തരം ഇങ്ങനെയാണ്: A3B4C1D2 അങ്ങനെ വേണ്ടല്ലേ? A3B4C1D2. യെസ്, നമുക്ക് ഉത്തരം കിട്ടി. ഓപ്ഷനിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. തേർഡ് വൺ, മൂന്നാമത്തെ ഓപ്ഷൻ അതിന് കറക്റ്റ് ആയിട്ട് മാച്ച് ആകുന്നുണ്ട്. സോ തേർഡ് വൺ ഈസ് ദി കറക്റ്റ് ആൻസർ. സെറ്റ് അല്ലേ? നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. സോ അടുത്ത ചോദ്യം മക്കളെ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് പാരൻകൈമ? പാരൻകൈമയെ പറ്റിയുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു. നമുക്കറിയാം, സിമ്പിൾ ടിഷ്യൂസ് ആണ് പാരൻകൈമയും കോളൻകൈമയും സ്ക്ലീറൻകൈമയും. എന്നാൽ ഇതിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്താണ്. ടിഷ്യൂ വിച്ച് കണ്ടെയ്ൻ ഡെഡ് സെൽസ് അടങ്ങുന്ന കോശങ്ങൾ, അത് നിർജീവമായ കോശങ്ങൾ, അത് സ്ക്ലീറൻകൈമയ്ക്കാണ്, അല്ലെ? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമയ്ക്കാണ്. മൂന്നാമത്തെ ആൾക്കാണ്. തിക്ക് സെൽവാൾ അല്ല, പാരൻകൈമയ്ക്ക് തിക്ക് അല്ല. തിൻ സെൽവാൾ ആണോ? നോക്കാം. പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് പ്ലാന്റ് പാർട്സ്. പ്ലാന്റ് പാർട്സിന് സ്ട്രെങ്ത്തും സപ്പോർട്ടും കൊടുക്കുന്നത് പാരൻകൈമയല്ല. സ്വാഭാവികമായിട്ടും തിൻ സെൽവാൾസ് ആണ്, തിൻ സെൽവാൾസ്. ഓക്കെ. തിന്നല്ല, കനം കുറഞ്ഞ കോശഭിത്തിയാണ് ആർക്കുള്ളത്? പാരൻകൈമയ്ക്കുള്ളത്. സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. എ ഫാർമർ അപ്ലൈഡ് അസോസ്പ്രില്ലം ടു ദി ക്രോപ്സ്. ഒരു കർഷകൻ തന്റെ കൃഷിയിടത്തിൽ അസോസ്പ്രില്ലം വളമായി ഉപയോഗിച്ചു. ഏത് തരം വളപ്രയോഗമാണ്? അസോസ്പ്രില്ലം ഏത് ഫെർട്ടിലൈസർ മക്കളെ? നമുക്കറിയാം, ഫെർട്ടിലൈസേഴ്സ് വർ ഓഫ് 4 ടൈപ്സ്, 4 തരമാണ്. ഓർഗാനിക് ഉണ്ട്, ബയോ ഫെർട്ടിലൈസർ ഉണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസർ ഉണ്ട്, നാനോ ഫെർട്ടിലൈസർ ഉണ്ട്. മനസ്സിലാക്കണം, ഈ പറഞ്ഞ അസോസ്പ്രില്ലം എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ ഓർഗാനിസം ആണ്, സൂക്ഷ്മജീവിയാണ്. സോ ആ സൂക്ഷ്മജീവികളെ മണ്ണിലേക്ക് കൊടുക്കുന്ന ഫെർട്ടിലൈസറിനെ എപ്പോഴും നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ, ജൈവ വളം എന്ന് വിളിക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? അനലൈസ് ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഗിവൺ ബിലോ ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. മക്കളെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നുണ്ട്. ഓക്കെ, പ്രസ്താവനയും കാരണം പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്താണ് പറയുന്നത്. സിമ്പിൾ ആണ്, നോക്കിയാൽ മനസ്സിലാവും. ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്, ഒരു കാരണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പ്രസ്താവന ശരിയാണോ നോക്കുക, കാരണം ശരിയാണോ നോക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. നോക്കിയാൽ പ്രസ്താവന എങ്ങനെയാണ്: ഹൈഡ്രോപോണിക്സ് ഈസ് എ സ്മാർട്ട് ഫാമിംഗ് മെത്തേഡ്. ഹൈഡ്രോപോണിക്സ് സ്മാർട്ട് ഫാമിംഗ് രീതിയാണ്. ശരിയല്ലേടാ? നമ്മൾ ആ ചാപ്റ്ററിൽ ഒരു ഡയഗ്രാം പോലെയൊക്കെ പഠിച്ചില്ലേ? ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനം പഠിച്ചിട്ടുണ്ട്. സോ ഹൈഡ്രോപോണിക്സ് ഒരു സ്മാർട്ട് ഫാമിംഗ് മെത്തേഡ് ആണ്. ശരിയാണ് കേട്ടോ, അത് ശരിയാണ്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് സെൻസേഴ്സ്, the amount of nutrients in the nutrient solution is detected and provided as needed. ശ്രദ്ധിക്കൂ മക്കളെ, പോഷക ലായനിയിലുള്ള പോഷകങ്ങളുടെ അളവ് സെൻസറുകളുടെ സഹായത്താൽ തിരിച്ചറിഞ്ഞ് ലഭ്യമാക്കാൻ കഴിയുന്നു. അത് പഠിച്ചിട്ടുണ്ട് അല്ലെ?
ആ ന്യൂട്രിയന്റിന്റെ സൊല്യൂഷനിൽ ആ വെള്ളത്തിൽ ജലത്തിൽ എത്രത്തോളം ന്യൂട്രിയൻസ് വേണമോ വേണ്ടയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി സെൻസർ ഉപയോഗിക്കാം. അപ്പൊ ന്യൂട്രിയന്റ് കുറവാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ വെള്ളത്തിലേക്ക് ന്യൂട്രിയൻസ് ആഡ് ചെയ്യും, എന്നിട്ടാണ് നേരെ എന്ത് ചെയ്യുക ചെടികളുടെ പേരിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, പ്രസ്താവന ശരിയാണ്, കാരണവും ശരിയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഏതാണ് ഓപ്ഷൻ? സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ് അല്ല. സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, റീസൺ ഈസ് കറക്റ്റ് അല്ല. സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺസ് ആർ റോങ് അല്ല, സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺസ് ആർ കറക്റ്റ്. രണ്ടും ശരിയാട്ടോ, രണ്ടും പ്രസ്താവനയും കാരണവും ശരിയാണ്. സെറ്റ് അല്ലേടാ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ അബൌട്ട് റെഡ് ബ്ലഡ് സെൽസ്. RBC റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്തകോശവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന എഴുതാം. ന്യൂക്ലിയസ് പ്രസന്റ്. മക്കളെ ശ്രദ്ധിക്കണം, നമ്മളുടെ ചുവന്ന രക്തകോശങ്ങൾക്ക് RBCക്ക് ന്യൂക്ലിയസ് മർമ്മം ഇല്ല. ഓക്കെ, ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നുണ്ടോ? ഇല്ല. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആള് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ് ആണ്, പ്ലേറ്റ്ലെറ്റുകൾ. ഓക്കെ, ഡിസ്ക് ഷേപ്ഡ് നോക്കാം. ഓക്കെ, ഡസ് നോട്ട് കണ്ടെയ്ൻ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഇല്ല എന്ന് പറയുന്നു, ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടില്ല. അത് ശരിയാണോ? കാരണം നമുക്കറിയാം റെഡ് ബ്ലഡ് സെൽ എന്ന് പറയുമ്പോൾ RBC എന്ന് പറയുമ്പോൾ ചുവന്ന രക്തകോശം അല്ലെ, ചുവന്ന നിറമാണ്. ആ ചുവന്ന നിറം വരാൻ തന്നെ കാരണം ആരാ? ഹീമോഗ്ലോബിൻ. സോ അങ്ങനെയാണെങ്കിൽ അതുമല്ല. സോ നമ്മുടെ ഉത്തരം ഡിസ്ക് ഷേപ്പ് ആണ്, ഡിസ്ക് ആകൃതിയാണ്. സെറ്റ് അല്ലേ? സോ മക്കളെ 5ഓളം ക്വസ്റ്റ്യൻസ് ആണ്, നല്ല കിടിലൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, വൃത്തിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പഠിച്ചു വെക്കാട്ടോ. അപ്പം അടുത്തൊരു സെഷനായിട്ട് സാറ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.